നമസ്കാരം, അനന്തനാണ്. ചങ്ങാതി അനന്തൻ മീഡിയ. അപ്പോൾ കുറച്ച് നാളായി വീഡിയോ വ്ളോഗുകളൊക്കെ ചെയ്തിട്ട് കുറച്ച് സിനിമാ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഗ്യാപ്പാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇളമ്പ്രക്കോട് ദുർഗാദേവി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്കലെത്തി അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ചടയമംഗലത്തോട്ട് വരുമ്പോഴാണ് റൈറ്റ് സൈഡിൽ ഇളമ്പ്രക്കോട് ദേവീക്ഷേത്രം ബോർഡ് കാണാം. ഇതൊരു വനനിബിഡമായ സ്ഥലമാണ്. വനദുർഗാദേവിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നേക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മനുവിൻ്റെ മകൻ ഹാരിഷ് കുട്ടനുണ്ട്. പിന്നെ എൻ്റെ അപ്പുക്കുട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടാണ് വന്നത്. മനുവാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വനനിബിഡമായ ഒരു പ്രദേശമാണ്. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം കാഴ്ചകൾ. ഇത് അങ്ങോട്ട് നോക്കി ഇവിടെ മൊത്തം മരങ്ങളാണ്. ചുറ്റും നിങ്ങൾക്ക് കാണാം. നല്ല പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. കൊല്ലത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ പാരിപ്പള്ളി വരിക. പാരിപ്പള്ളി വന്നിട്ട് നേരെ പള്ളിക്കൽ നിന്ന് ചടയമംഗലം റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും പാരിപ്പള്ളി വന്നിട്ട് കണക്ട് ചെയ്യാം. അതല്ല കൊട്ടാരക്കര ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കൊട്ടാരക്കരയിൽ നിന്നും MC റോഡ് വഴി ചടയമംഗലത്തെത്തിയിട്ട് ചടയമംഗലത്ത് നിന്ന് പള്ളിക്കലോട്ടുള്ള റോഡിൽ വരുമ്പോൾ ഇളമ്പ്രക്കോട് ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. അപ്പോൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. വളരെ ശക്തിയുള്ള ഒരു വനദുർഗാ ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു അതിപുരാതനമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ ഹിസ്റ്ററി, ചരിത്രം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടെ വരുന്ന നല്ല ഒരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ അമ്പലത്തിലോട്ട് വരുന്ന നല്ല അതിമനോഹരമായൊരു വഴിയുണ്ട്. നല്ലൊരു കാടിനകത്താണ്. അതും കൂടെ ഞാനൊന്ന് കാണിക്കാം. ഇതുവഴിയാണ് നമ്മൾ വരേണ്ടത്. വണ്ടി അവിടെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലമുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മനു. അപ്പോൾ ഇദ്ദേഹമാണ് എന്നെ ഈ ക്ഷേത്രത്തിലോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഒരുപാട് മരങ്ങളുണ്ട്. പക്ഷി മൃഗാദികളൊക്കെ ഒരുപാടുണ്ട്. പല സൈസിലുള്ള പക്ഷികളൊക്കെ ഉണ്ട്. രാവിലെ വൈകിട്ടൊക്കെ വരാം. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ചൊവ്വ, വെള്ളി, ഞായർ ഈ ദിവസങ്ങളാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങളെന്നാണ് തിരുമേനി പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വരിക, പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിലാണ് നിൽക്കുന്നത്. ഇവിടെ വെറ്റ, പാക്ക്, മുറുക്കാൻ, വള, അതുപോലെ എണ്ണ, തിരി, കർപ്പൂരം, പട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വഴിപാടുകളൊക്കെ കൊടുക്കുന്ന ഒരു കടയാണ്. നമ്മുടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബാബു. എവിടെ സ്ഥലം? മടവൂരാണ്. മടവൂർ പഞ്ചായത്തിലെ 2ാം വാർഡ്. ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന 2ാം വാർഡ്. ഫസ്റ്റ് ഈ ക്ഷേത്രമാണ്. മടവൂർ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഇത് ഏത് താലൂക്കാ? വർക്കല താലൂക്കിലെ മടവൂർ പഞ്ചായത്തിലാണ്. എത്രാം വാർഡാണ് ഇത്? 2ാം വാർഡിലാണ് നമ്മുടെ ഇളമ്പ്രക്കോട് ദേവി ക്ഷേത്രം. ആദ്യത്താണ് ഈ ക്ഷേത്രം. 2ാം വാർഡിലെ ആദ്യ കെട്ടിടം. ഓക്കെ. ചേട്ടാ എത്ര വർഷം കൊണ്ട് ഇവിടെ ഈ അമ്പലമായിട്ട്? ഒരു 25-30 കൊല്ലം കൊണ്ട് ഇവിടെ സഹകരിക്കുന്നുണ്ട്. ഇവിടെ ഈ അമ്പലത്തിൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ജോലി നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് സുഖമില്ലാതെയായി. അറ്റാക്കൊക്കെ വന്ന് 2014 തൊട്ട് നമ്മളൊരു അസുഖക്കാരനാണ്. പിന്നെ ഇവിടെ കൊണ്ട് തന്നെ അങ്ങ് ജീവിച്ചങ്ങ് പോകുന്നു. ഈ അമ്മയുടെ അനുഗ്രഹം അല്ലേ? വനദുർഗയാണ് ഇവിടെ അല്ലേ? വനദുർഗ. ഇത് ഏകദേശം എത്ര വർഷം പഴക്കം കാണും? ഇത് 100 വർഷം. 100 വർഷം പഴക്കമുണ്ട് അല്ലേ? ഇവിടുത്തെ എന്തെങ്കിലും ഐതിഹ്യമോ? വെടിവെക്കുന്നുണ്ട്, വെടിവഴിപാടുണ്ട് ഇവിടെ. എന്തെങ്കിലും ഐതിഹ്യ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? വലുതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ വന്ന് പലരും ഞാൻ പറഞ്ഞറിഞ്ഞ് കേട്ട അമ്മയെക്കുറിച്ച് വിളിയെ കേൾക്കുന്ന ഒരമ്മയാണ്. എങ്ങനെ ഈ അമ്മ ഇവിടെ വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാം? അവര് കൊടുങ്ങല്ലൂർ അമ്മയും മണ്ടക്കാട്ട് ദേവി ഇവരുമായിട്ട് ഒരുമിച്ച് വന്ന കൂട്ടത്തിൽ ഒരാൾ നിന്ന് തേങ്ങ വെട്ടിക്കൊണ്ട് നിന്ന് വെള്ളം ചോദിച്ചു.
ആര് ഇവിടുന്ന് ആള് ആ തേങ്ങ വെട്ടിക്കൊണ്ടുവന്ന ആൾ. അപ്പോൾ ആ ആളൊരു കരിക്ക് വെട്ടിക്കൊടുത്തു. അമ്മയ്ക്കോ? കരിക്ക് വെട്ടിക്കൊടുത്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാരൻ്റെ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചത് കൊണ്ട് നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോകണമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. ഓക്കെ. അങ്ങനെയാണ് അങ്ങനെയാണ് അമ്മ ഇവിടെ ഇരുന്നത്. അമ്മ ഇവിടെ ഇരിപ്പായി. അപ്പോൾ ഇത്രയും വലിയ പ്രകൃതി രമണീയമായ സ്ഥലം നീ അടുത്തടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വലിയ ശാന്തമായിട്ട് കിടക്കുന്നത്. ഇന്നിവിടെ ശനിയാഴ്ച കണ്ട് തിരക്ക് കുറവാണ്. അപ്പോൾ അത് ഞങ്ങൾ ശനിയാഴ്ച ഇവിടെ വന്നത്, അതുകൊണ്ടാണ് ആൾ കുറവ്. അവിടെ ഭയങ്കരമായൊരു വലിയ പാറക്കെട്ടുണ്ട്, നല്ലൊരു വ്യൂ ആണത്. അത് നല്ല നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ ഇതായതുണ്ട്, ഇത് പാർക്കിംഗ് ഏരിയ ആണ്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ. എന്താ ഇവിടെ മൊത്തം നല്ല സ്ഥലമുണ്ട്, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി നമ്മൾ പാരിപ്പള്ളി സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഈ റോഡാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ചടയമംഗലം ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ അവിടെ നിന്ന് വരണം, ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. നല്ല സ്ഥലമാണത്. നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. എല്ലാവരും ഇവിടെ വരണം. നല്ല ശാന്തമായ പ്ലേസ് ആണത്. നല്ല പക്ഷികളും കുറേ തരത്തിലുള്ള വൃക്ഷങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, എല്ലാവരും വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഇത്രയും നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലവും വളരെ ശക്തിയുള്ളൊരു വനദുർഗാ ക്ഷേത്രവുമാണ്. എല്ലാവരും എത്തിച്ചേരുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.